1942 കൂനമ്മാവ് മഠത്തിന്റെ വജ്രജൂബിലി ആഘോഷം. ആദ്യ മഠത്തിന്റെ ദർശനവും ആഘോഷവും ഐക്യത്തിന്റെ കെടാത്ത തൃഷ്ണ സഭാംഗങ്ങളിൽ ഉണർത്തി. 1962 സംയോജനത്തിനായുള്ള വ്യക്തമായ ശ്രമങ്ങൾ ആരംഭിക്കുന്നു. ഈ സംരംഭത്തിന് കർമ്മലയെ സഹായിച്ചവർ നിരവധി. റവറന്റ് ഫാദർ പ്ലാസിഡ് ജെ പൊടിപാറ CMI, വിവിധ രൂപതകളിലെ രൂപതാധ്യക്ഷന്മാർ, CMI സമൂഹത്തിന്റെ പ്രിയോർ ജനറൽ ബഹുമാനപ്പെട്ട മാവൂരു സച്ചൻ. ഏകീകരണ ചുമതല പരിശുദ്ധ സിംഹാസനം ഭരമേൽപ്പിച്ചത് പിൽക്കാലത്ത് പൂഞ്ച് രൂപതയുടെ മെത്രാനായ ബഹുമാനപ്പെട്ട ഹിപ്പോളിറ്റസ് കുന്നുങ്കൽ അച്ഛനെ. സമയത്തിന്റെ പൂർത്തീകരണത്തിൽ എറണാകുളം, ചങ്ങനാശ്ശേരി, തൃശൂർ, പാല, തലശ്ശേരി, കോതമംഗലം എന്നീ 6 രൂപതകളിൽ 4 മദർ ജനറൽമാരുടെ നേതൃത്വത്തിൽ നയിക്കപ്പെട്ടിരുന്ന കേരള കർമ്മല സഭയുടെ രൂപതാ ഘടകങ്ങൾ ഒന്നായി. 1963 നവംബർ 16 ഏകീകൃത കർമ്മല സഭയുടെ പ്രഥമ സുപ്പീരിയർ ജനറലായി എറണാകുളം, കോതമംഗലം രൂപതാ ഘടകങ്ങളുടെ സുപ്പീരിയർ ജനറൽ മദർ മേരി സെലിൻ തെരഞ്ഞെടുക്കപ്പെട്ടു. മറ്റു രൂപതാ ഘടകങ്ങളുടെ മദർ ജനറൽമാർ പ്രോ പ്രൊവിൻഷ്യൽമാരായി ജനറൽ കൂരിയ രൂപം കൊണ്ടു. ആദ്യ ജനറൽ കൂരിയ അംഗങ്ങൾ മദർ മേരി സെലിൻ സുപ്പീരിയർ ജനറൽ, മദർ വിസിറ്റേഷൻ എറണാകുളം, മദർ കൊച്ചുത്രേസ്യ ചങ്ങനാശ്ശേരി, മദർ മാർഗരറ്റ് മേരി തൃശൂർ, മദർ ഉർസുല പാല, മദർ ആഞ്ചലൂസ് കോതമംഗലം. ഏകീകൃത കർമ്മല സഭയ്ക്ക് പുതിയ നാമധേയം കർമ്മല മാതാവിന്റെ സന്യാസിനി സമൂഹം, കോൺഗ്രിഗേഷൻ ഓഫ് മദർ ഓഫ് കാർമൽ CMC. രൂപതാടിസ്ഥാനത്തിൽ പ്രൊവിൻസുകൾ വിഭജിക്കപ്പെടുന്നു. വിമല പ്രൊവിൻസ് എറണാകുളം, ഹോളി ക്വീൻസ് പ്രൊവിൻസ് ചങ്ങനാശ്ശേരി, നിർമ്മല പ്രൊവിൻസ് തൃശൂർ, ജയമാത പ്രൊവിൻസ് പാല, പാവനാത്മ പ്രൊവിൻസ് കോതമംഗലം. CMCയുടെ കൂട്ടായ പ്രവർത്തനങ്ങളെ ഏകീകരിക്കുന്നതിന് ആലുവായിൽ 1965 കേന്ദ്ര ഭവനം മൗണ്ട് കാർമൽ ജനറലേറ്റ് ആരംഭിച്ചു. 1967 മാർച്ച് 2 CMCക്ക് പൊന്തിഫിക്കൽ പദവി.